റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർണായക മൊഴി പുറത്ത്. ബംഗളൂരുവിൽ ഗൂഢാലോചന നടത്തിയ സംഘത്തിനു പിന്നിൽ കേരളത്തിലെ ഉന്നതരുമുണ്ടെന്ന് പോറ്റി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരിക്കുന്നു. പോറ്റിയെ ഇഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യുകയാണ്. ചൊവ്വാഴ്ചയ്ക്കകം ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അതിനിടെ നിലവിലുള്ള കസ്റ്റഡി കട്ടളപ്പാളി കേസിലും ബാധകമാക്കണമെന്നാവശ്യപ്പെട്ട് പോറ്റി റാന്നി കോടതിയിൽ അപേക്ഷ നൽകും. പോറ്റിയെ കുടുക്കിയ വ്യക്തിയുടെ പേര് വൈകാതെ പുറത്തുവരുമെന്ന് പോറ്റിയുടെ അഭിഭാഷകൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. തീർച്ചയായിട്ടും ആദ്യം മുതൽ തന്നെ അദ്ദേഹം പറയുന്നത് അദ്ദേഹം നിരപരാധിയാണെന്നുള്ള കാര്യം തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുമുണ്ട്. അത് കൃത്യമായിട്ട് കേസിൻ്റെ വരും ഘട്ടങ്ങളിൽ കൂടുതൽ രേഖകൾ പുറത്തേക്ക് വരുന്ന സമയത്ത് പോറ്റി നിരപരാധിത്വം തെളിയിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമായിട്ടില്ല. അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചോദിച്ചിട്ടുണ്ട്. റിമാൻഡിനെ കൃത്യമായിട്ട് ഞങ്ങൾ ഒബ്ജക്റ്റ് ചെയ്തിട്ടുണ്ട്. 30-ാം തീയതി വീണ്ടും കോടതിയിൽ ഹാജരാക്കും. പോറ്റി അത് കൃത്യമായിട്ട് മാധ്യമങ്ങളോട് കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൗൺസിൽ എന്ന രീതിയിൽ ഞങ്ങൾക്ക് പറയാനുള്ള അദ്ദേഹം നിരപരാധിയാണെന്ന് തന്നെയാണ്. സബ്സിക്വൻ്റായി കേസിൻ്റെയൊക്കെ ഇൻവെസ്റ്റിഗേഷൻ നടക്കാനുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ്റെ ഫർദർ ഘട്ടങ്ങളിൽ അത് പുറത്തേക്ക് വരുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഹരിമോഹനും റഹീസ് റഷീദും ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരി, മൊഴിയുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള ഉന്നതരുൾപ്പെട്ട കർണാടകയിലെ 5 അംഗ സംഘമാണ് ഗൂഢാലോചന നടത്തിയിരിക്കുന്നത് എന്ന നിർണായകമായ വിവരം SITക്ക് ലഭിച്ചോ ഹരി? തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രിയിലേറെ നീണ്ടു നിന്ന ആ ചോദ്യം ചെയ്യലിലും ഒപ്പം തന്നെ രാവിലെയും ചോദ്യം ചെയ്യലുണ്ടായി. ഇതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ. അതായത് ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തോട് പറഞ്ഞത്. അത് കേരളത്തിന് വെളിയിൽ നടന്ന ഗൂഢാലോചന, അത് കൃത്യമായിക്കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ആ പേരുകളടക്കം പറഞ്ഞു എന്നുള്ളതാണ്. അതായത് 5 അംഗ സംഘം ബംഗളൂരുവിൽ നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഈ സ്വർണ്ണക്കവർച്ച ഉണ്ടായത് എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിച്ചത്. ആ 5 അംഗ സംഘം എന്ന് പറയുന്നത് കർണാടക സ്വദേശികളാണ്. അത് നമ്മൾ തുടക്കം മുതൽക്ക് ചർച്ച ചെയ്തിട്ടുള്ള കർണാടക സ്വദേശിയായിട്ടുള്ള കൽപേഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ പേരടക്കം സൂചിപ്പിച്ചുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിട്ടുള്ളത്. ഈ 5 അംഗ സംഘത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലാതെ അത് ഗൂഢാലോചനയുടെ തുടക്കം മാത്രമായിരുന്നു. പക്ഷെ അവർക്കു പിന്നിൽ കേരളത്തിൽ നിന്നുള്ള ഉന്നതരടക്കം ഉണ്ട് എന്നുള്ള മൊഴി ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയതായിട്ടുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. അതായത് ഇതിന്റെ കണ്ണികൾ ഉദ്യോഗസ്ഥരിൽ നിന്നും ദേവസ്വം ബോർഡ് ഭരണസമിതിയിൽ നിന്നും പുറത്തേക്ക് നീളുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കർണാടകയിലെ ഈ 5 അംഗ സംഘം, അതുകൂടാതെ തന്നെ കേരളത്തിലുള്ള ഉന്നതർ, ഇവരെല്ലാവരും കൂടിയാണ് ഇത്തരത്തിലൊരു ഗൂഢാലോചന നടത്തിയത്. താൻ അതിലൊരു ഇടനിലക്കാരൻ മാത്രമായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ തിരികെ പോകുന്നതാണ്. അതായത് രാവിലെ ആദ്യഘട്ട ചോദ്യം ചെയ്യൽ കഴിഞ്ഞു. അതിനുശേഷം ആദ്യം SP A ശശിധരൻ, ഇപ്പോൾ തൊട്ടുപിറകെ SP P ബിജോയ്, എല്ലാ അന്വേഷണ ഉദ്യോഗസ്ഥരും പുറത്തേക്ക് പോവുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോഴും ക്രൈംബ്രാഞ്ച് ഓഫീസിൽ തന്നെയുണ്ട്. അതീവ നിർണായക നീക്കങ്ങൾ ഇന്ന് രാവിലെ മുതൽക്ക് തന്നെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ശേഖരിക്കുക. റഹീസ് റഷീദ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. റഹീസ് റഷീദ്, പോറ്റിയുടെ അഭിഭാഷകന്റെ നീക്കം ഒരു ജോയിന്റ് കസ്റ്റഡി അപേക്ഷ നൽകാനാണ്. കട്ടളപ്പാളി കേസിലെ കസ്റ്റഡി അപേക്ഷ കൂടി ഇതിനോടൊപ്പം ചേർക്കാനാണോ ഇപ്പോൾ തീരുമാനം? റഹീഷ്, അങ്ങനെ ഒരു തീരുമാനത്തിലേക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകർ എത്തുന്നത്. അതായത് 14 ദിവസമാണ് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി കട്ടുകൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട SITക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ റാന്നി കോടതി വിട്ടിരിക്കുന്നത്. സ്വാഭാവികമായും 30-ാം തീയതി ഈ 14 ദിവസം കഴിയുമ്പോൾ രണ്ടാമത്തെ FIR, അതായത് കട്ടളപ്പാളിയിൽ നിന്ന് സ്വർണം മോഷ്ടിച്ച FIR-ൽ കസ്റ്റഡി വീണ്ടും അന്വേഷണ സംഘം ആവശ്യപ്പെടും എന്ന കാര്യം ഉറപ്പാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നിലവിലുള്ള 14 ദിവസത്തെ കസ്റ്റഡി 2 FIR-ലുമാക്കണം. നിലവിലുള്ള ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിയിൽ നിന്ന് സ്വർണം മോഷ്ടിച്ച കസ്റ്റഡിക്കൊപ്പം തന്നെ ദ്വാരപാലക ശില്പത്തിൽ നിന്ന് സ്വർണം മോഷ്ടിച്ച കസ്റ്റഡിയും കൂടി ആക്കണം എന്നതാണ് പോറ്റിയുടെ അഭിഭാഷകർ കോടതിയിൽ ആവശ്യപ്പെടാൻ പോവുക. ഇന്നോ അതല്ലെങ്കിൽ അടുത്ത കോടതിയുള്ള ദിവസമായ ചൊവ്വാഴ്ചയോ ഇത് സംബന്ധിച്ച അപേക്ഷ നൽകാൻ പോറ്റിയുടെ അഭിഭാഷകർ തീരുമാനിച്ചിട്ടുണ്ട്. റഹീസ് റഷീദും ഹരിമോഹനുമാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ നിർണായകമായ മൊഴികൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി അന്വേഷണം ആരിലേക്കൊക്കെ ചെന്ന് കയറും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.